നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. നിങ്ങളുമായി അല്പസമയം ഞാൻ ദൈവത്തെ ചിന്തിപ്പാൻ ശതമായി നിങ്ങളുമായി പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നത് ഒരു ദൈവ പൈതൽ സ്ഥിരതയോടെ ഓടുവാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. 11-ാം അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്കറിയാം, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ വായിച്ച 12-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവ കൃപയിൽ നിലനിന്ന പഴയ നിയമ വിശുദ്ധന്മാരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരുടെ ജീവിതം വ്യക്തമാക്കിക്കൊണ്ട് നമ്മോട് പറയുന്ന വാക്കുകളാണ് 11-ാം അധ്യായത്തിൽ നമുക്ക് പ്രധാനമായും കാണുവാൻ ഇടയായിത്തീരുന്നത്. ഏറ്റവും ഒടുവിൽ വരുമ്പോൾ വിവരിപ്പാൻ സ്ഥലം പോരാ, സമയം പോരാ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക ചെയ്യുന്നത്. പക്ഷെ എൻ്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. അവിടെ പഴയ നിയമ വിശുദ്ധന്മാർ പലരുടെയും കാര്യം വ്യക്തമാക്കി നാം വിശ്വസിക്കുന്നു. എബ്രായ ലേഖന കർത്താവ് പൗലോസ്ലീഹ, അങ്ങനെ തന്നെ ഞാൻ കണക്കിലെടുത്തുകൊണ്ട് സംസാരിക്കട്ടെ. അവിടെ പരിശുദ്ധാത്മാവ് ലേഖനത്തിൽ എഴുതിക്കുമ്പോൾ അവിടെ പറയപ്പെടുന്ന പലരെക്കാൾ പ്രശസ്തി ഉണ്ടായിരുന്ന, പലരെക്കാൾ കഴിവും പ്രാപ്തിയുമുണ്ടായിരുന്ന വ്യക്തിത്വത്തെ വിട്ടുകളയുവാൻ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചു. ഇബ്താഹിൻ്റെ പേര് പറഞ്ഞെടുത്ത് അതിനേക്കാളൊക്കെ ഉന്നത ശ്രേണിയിൽ നിന്ന ഇസ്രയേലിലെ രാജാക്കന്മാരിൽ അഗ്രഗണ്യനായിരുന്ന ശലോമോൻ്റെ പേരെഴുതുവാൻ പരിശുദ്ധാത്മാവ് അനുവദിച്ചില്ല. പ്രാപ്തിയുണ്ടായിരുന്നു, ജ്ഞാനികളുടെ ജ്ഞാനിയായിരുന്നു. തന്നെ സന്ദർശിച്ചപ്പോൾ ശബരാജ്ഞനെ പറഞ്ഞു, കേട്ടറിവിന് അപ്പുറമാണ് ഞാൻ മനസ്സിലാക്കിയെന്ന് പറയത്തക്കവണ്ണം ഉന്നതമായ നിലവാരമുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു ശലോമോൻ. പക്ഷേ വിശ്വാസവീരന്മാരുടെ പട്ടിക എഴുതിയപ്പോൾ ശലോമോൻ്റെ പേരെഴുതുവാൻ പരിശുദ്ധാത്മാവ് അനുവദിച്ചില്ല. വിഷയത്തിന് മുമ്പ് ഒരു വാചകം അത് ചേർത്ത് പറയാം. നാം എത്രമാത്രം ഉന്നത നിലവാരത്തിൽ നിലനിന്നാലും, കർത്താവിനോട് എത്ര ശക്തിയോടെ നിലനിൽക്കുന്നവർ ആയിരുന്നു എന്ന് പറഞ്ഞാലും, അന്ത്യം വരെ ഒടുവോളം വിശ്വസ്തയോടെ നിലനിന്നില്ലെങ്കിൽ പോകുവീൻ, ഒരു നാളും നിങ്ങളെ അറിയുന്നുള്ള ശബ്ദം കേൾക്കുവാൻ ഇടയായിത്തീരും. കാരണം ജ്ഞാനികളുടെ ജ്ഞാനിയായിരുന്ന ശലോമോൻ തൻ്റെ അപ്പനായ ദാവീദിനെ കൊണ്ട് ആലയത്തിൻ്റെ പണി ചെയ്യിക്കാതിരുന്നിടത്ത് ആലയത്തിൻ്റെ പണി ചെയ്യിച്ചത് ശലോമോനെ കൊണ്ടാണ്. എന്നാൽ നമുക്കറിയാം, തൻ്റെ ജീവിതാവസാനത്തിൽ വന്നപ്പോൾ തൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനിടയായി. പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ ഇരിയുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മലകന്യെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചു കളഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ, എത്രമാത്രം ഉയർന്ന നിലവാരത്തിൽ നിലനിന്നാലും, എത്ര ദൈവകൃപയിൽ നിലനിന്നാലും, എത്ര ശക്തമായി ശുശ്രൂഷിച്ചവർ എന്ന് പറഞ്ഞാലും, അന്ത്യം വരെ വിശ്വസ്തയോടെ നിലനിന്നെങ്കിൽ മാത്രമേ കർത്താവിനെ വരവിലെടുക്കപ്പെടുവാൻ ഇടയായിത്തീരൂ എന്നുള്ളതിൻ്റെ പിന്നിൽ ഇന്ന് പകൽ അംഗീകരിക്കുന്ന ആ വാക്കിനെ അംഗീകരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു നാളും അറിയുന്നതിലുള്ള ശബ്ദം നാം കേൾപ്പാൻ ഇടയായിത്തീരും. ഇവിടെ പൗലോസ് 11-ാം അധ്യായത്തിൽ ചൂണ്ടിക്കാട്ടിയ വിഷയത്തെ ഞാൻ ഒരു അത്ലറ്റിക് സ്റ്റേഡിയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയ, ഓട്ടം ഓടി ബിരുദം പ്രാപിച്ച ഒത്തിരി പേർ സൈഡ് ബെഞ്ചിലിരിക്കുന്നു, ഗാലറിയിലിരിക്കുന്നു. അവർ പറയുന്നു, നിങ്ങൾ ഓടുക, ഞങ്ങൾ ഓടി ബിരുദം പ്രാപിച്ചവരാ. നിങ്ങളും ഓടുക എന്ന് പറഞ്ഞ് അവർ നമ്മെ ഉത്സാഹിപ്പിക്കുന്നു എന്ന് കരുതി തെറ്റിദ്ധരിക്കരുത്. എൻ്റെ വാക്കിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവർ ഓട്ടം തികച്ച്
അവർ പ്രതിഫലം പ്രാപിക്കുവാൻ നാമും അവിടെ എത്താൻ കാത്തിരിക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞത്, അവർ തങ്ങളുടെ ജീവിതം കൊണ്ട് നമ്മോട് പറയുന്നു നാമും ഓടുക എന്ന് കരുതി അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അവരുടെ ജീവിതാനുഭവം കൊണ്ട് അവലി ലെഗസി അവർ നമുക്ക് വെച്ചു പോയിരിക്കുന്നു. അത് നമ്മോട് ചൂണ്ടിക്കാട്ടുന്നു, നിങ്ങളും അപ്രകാരം ഓടുക, നിങ്ങൾക്കും വിരുദ് പ്രാപിപ്പാൻ കഴിയും. പൗലോസ് തൻ്റെ ജീവിതാവസാനത്തിൽ പറയുന്ന വാക്ക് നമുക്കറിയാം, ഞാനോ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. പക്ഷേ ഉറപ്പിച്ച് അതൊരു നിരാശയുടെ വാക്കല്ല പൗലോസ് പറയുന്നത്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ. പ്രൈസ് ദി ലോർഡ്. അവരോ വാടുന്നതിനായി ഓടുന്നു. അറിയാം, അന്നത്തെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ആ വാക്ക് പറയുന്നത്. ഒളിമ്പിക്സ് മത്സരം ഏതൻസിൽ പ്രാചീനകാലത്ത് ആരംഭിക്കുമ്പോൾ അന്ന് അവർക്ക് കൊടുത്തിരുന്നത്, ഓടി വിരുദ് പ്രാപിക്കുന്നത് കൊടുത്തിരുന്നത് ഒലിവിലക മിടഞ്ഞുണ്ടാക്കിയ കിരീടമായിരുന്നു കൊടുത്തിരുന്നത്. ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവർ വാടുന്നതിനായിട്ട് ഓടുന്നു, നാമോ വാടാത്ത കിരീടം പ്രാപിപ്പാൻ ഓടുന്നു. ഇന്ന് പകൽ പ്രൈസ് ദി ലോർഡ്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നവർ ഏകൻ മാത്രം. പക്ഷെ ഇവിടെ ഒരു കാര്യം ഉറപ്പുണ്ട്, ആരെല്ലാം ഓട്ടം സ്ഥിരതയോടെ ഓടുന്നോ അവർക്കെല്ലാം പ്രൈസ് ദി ലോർഡ് വെച്ചിരിക്കുന്ന കിരീടം പ്രാപിപ്പാൻ. അവിടെ ഒരുത്തൻ മാത്രം വാടുന്ന കിരീടം പ്രാപിച്ചു. എന്നാൽ ഇന്ന് പകൽ ഒരു കാര്യം ധൈര്യത്തോടെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് നമുക്ക് പറയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ഓട്ടം ഓടേണ്ട നിലയിൽ അതിൻ്റെ മാനദണ്ഡം പാലിച്ചുകൊണ്ടാണ് നാം ഓടുന്നതെങ്കിൽ നമുക്കെല്ലാം കിരീടം പ്രാപിപ്പാൻ ഇടയാകും. ഇന്ന് പകൽ നമ്മുടെ എല്ലാം ലക്ഷ്യം അതാണ്. നമുക്കൊരു ഡെസ്റ്റിനി ഉണ്ട്, നമുക്കൊരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. ഈ ദിനങ്ങളിലൊന്നും കാഹളം ധ്വനിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് വിശ്വാസത്തോടെ വിശുദ്ധിയോട് നിർമ്മലം മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ഒറ്റ ലക്ഷ്യം, വാങ്ങാം പ്രതിഫലം, ചൂടാം കിരീടം. ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമ ഭാഗത്ത് 11-ാം അധ്യായത്തിൽ ചില വിശ്വാസ വീരന്മാരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു വാക്കിന് സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഹാബേൽ കയീൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. സൺഡേ സ്കൂൾ ക്ലാസ്സിൽ നാട്ടിൽ ഒക്കെ പഠിക്കുന്ന കാലത്ത് അന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്, പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് കയ്യിൻ വെട്ടുകൊണ്ട കാച്ചിലും എലി കടിച്ചും ഒക്കെയാണ് കൊണ്ടുപോയത്. ഹാബേൽ നല്ല ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കയ്യിനും തൻ്റെ അധ്വാന ഫലത്തിൽ നിന്നും മേൽത്തരമായി തന്നെയാണ് കയ്യിനും കൊണ്ടുപോയതെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. പക്ഷേ അവിടെ ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ടായിരുന്നു. നമുക്കറിയാം, സീനായിൽ മോശ മുഖാന്തരമാണ് ന്യായപ്രമാണം കൊടുക്കുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ ദൈവികമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. എങ്ങനെ ദൈവത്തെ ആരാധിക്കണം എന്നുള്ള വ്യവസ്ഥ വച്ചിരുന്നു. ഒരിക്കലും നമ്മുടെ സ്വയനീതിയിൽ അല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം ശ്രമിക്കേണ്ടത്. ഒരിക്കലും അവസ്ഥയനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത്, വ്യവസ്ഥ പ്രകാരം മാത്രമേ പ്രവർത്തിക്കുകയുള്ളെങ്കിൽ. ഞാൻ പറഞ്ഞ ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുൻപാണെങ്കിലും ദൈവികമായ ഇടപെടലുകൾ കാലാകാലങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെ ദൈവത്തെ ആരാധിക്കണം എന്നുള്ള കാര്യം ദൈവികമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ കയീൻ പറഞ്ഞു, ഞാൻ ഇതുകൊണ്ടേ പോകത്തുള്ളൂ, ദൈവത്തിന് എന്നിൽ പ്രസാദിക്കാൻ ഹിതമുണ്ടെങ്കിൽ മതി, ഇത് മതി എന്ന് പറഞ്ഞു പോയി. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹാബേലിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് ഇക്കാലത്ത് ആരാധന എന്ന് പറഞ്ഞ് പലരും പറയുന്ന പലതിനോട് യോജിക്കുവാൻ പെന്തക്കോസ്തിൻ്റെ അല്പം ആ ഒരു നിലയിൽ നിന്ന് വന്ന ഒരാളെന്നിൽ എനിക്ക് പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്താണ് ആരാധന? ദൈവം ആരാണെന്നറിഞ്ഞ് അവന് കൊടുക്കുന്ന മഹത്വമാണ് ആരാധന. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് കൊടുക്കുന്ന നന്ദിയാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് കാലഘട്ടം മാറിയപ്പോൾ പലതിനും പല മാറ്റവും വന്നു കഴിഞ്ഞു. എന്നാൽ ഒരിക്കലും ദൈവവചനത്തിന് വ്യവസ്ഥയ്ക്ക് മാറ്റമില്ലെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിൻ്റെ വായിലെ വാക്കുകൾക്കോ വചനങ്ങൾക്കോ മാറ്റമില്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, എൻ്റെതായ സ്വയനീതിയുടെ അല്ല, പിന്നെ വചനത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ദൈവത്തെ ആരാധിക്കാൻ ഞാൻ തയ്യാറായെങ്കിൽ മാത്രമേ ദൈവം എന്നിൽ പ്രസാദിക്കുകയുള്ളൂ. പക്ഷെ എന്നിൽ ദൈവം പ്രസാദിച്ചെങ്കിലേ എൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അല്ലാത്ത ആരാധന, ദൈവഹിതകരമല്ലാത്ത, ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് മുൻപോട്ട് പോകാത്ത
എൻ്റെ ആരാധന തമ്പുരാന് വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്തുതിച്ചില്ലെന്ന് കരുതി തമ്പുരാന് നഷ്ടമൊന്നും ഉണ്ടാകില്ല. പക്ഷേ ദൈവത്തെ ഭയപ്പെടേണ്ടവണ്ണം ഭയപ്പെടുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടവണ്ണം പ്രസാദിപ്പിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്ക് ഇടയായി തീരണം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദീർഘസംവത്സരങ്ങൾ ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിൻ്റെ ജീവിതം നമുക്കറിയാം. കുടുംബമുണ്ട്, തനിക്ക് അതിനുള്ള സാഹചര്യങ്ങൾ, പശ്ചാത്തലങ്ങൾ ഒക്കെയുണ്ട്. അതൊന്നും ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിന് ഒരിക്കലും തടസ്സമായിരുന്നില്ല. ഇന്ന് അതിന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന സമൂഹങ്ങളൊക്കെ തന്നെ വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ ഉണ്ടല്ലോ. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അതൊന്നും ഒരു തടസ്സമല്ല. പക്ഷേ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം ക്ലിയർ ആയിരിക്കണം. കൊയിനോനിയ, കൂട്ടായ്മ, ഫെലോഷിപ്പ്. ഞാനും കൂട്ടായ്മ, ദൈവവുമായുള്ള ബന്ധവും വ്യക്തിപരമായി ഉള്ള ബന്ധവും അന്യോന്യമുള്ള ബന്ധവും, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. ശരിയാണ്, ഞാനും ദൈവവും തമ്മിലുള്ള കൂട്ടായ്മ ബന്ധം ശരിയായെങ്കിൽ മാത്രമേ ദൈവത്തോട് ചേർന്ന് വസിക്കാൻ കഴിയുള്ളൂ. ഏതെല്ലാം ദിവസേന വെയിലാറുമ്പോൾ യഹോവയായ ദൈവം അവിടെ പ്രത്യക്ഷമാകുമായിരുന്നു. ആദം ഹവ്വമാർ തൻ്റെ അടുക്കൽ ഓടിയെത്തുമായിരുന്നു. എന്നാൽ പതിവ് പോലെ യഹോവയായ ദൈവം അവിടെ വന്നപ്പോൾ അവർ ഓടി അകലുവാൻ, അവർ മറയുവാൻ ഇടയായി തീർന്നു. കാരണം ദൈവത്തോട് അടുക്കുവാൻ കഴിയുന്ന അനുഭവമല്ല അവർക്കെന്ന് വ്യക്തമായി മനസ്സിലാക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഒരിക്കലും അശുദ്ധി ദൈവം ഇഷ്ടപ്പെടുകയില്ല. ഇന്ന് പകൽ നമ്മിൽ ദൈവം വസിക്കണമെങ്കിൽ, ദൈവവുമായി ചേർന്ന് മുൻപോട്ട് പോകണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നാം ദൈവത്തോട് ചേർന്ന് നടക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതാനുഭവം ക്ലിയർ ആണെങ്കിൽ മാത്രമേ, പ്രൈസ് ദി ലോർഡ്, ദൈവവുമായുള്ള ബന്ധം ഉണ്ടാകുവാൻ ഇടയായി തീരുകയുള്ളൂ. ശരിയാണ്, കൂട്ടത്തിൽ പാടാനും വെള്ളത്തിൽ പൂട്ടാനും ഒക്കെ എളുപ്പമാണ്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെ ഇരിക്കുന്നു എന്ന് ഓരോ നിമിഷവും ഓരോ ദിവസവും നാം വ്യക്തിപരമായി ശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എവിടെയെങ്കിലും ബന്ധത്തിൽ ഉലച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമുക്കറിയാം പിന്മാറ്റം ഉണ്ടാകുന്നത് ഒരു ദിവസം കൊണ്ടല്ല. ഭരണി നിറയെ നല്ല എണ്ണ നിറച്ചു വെച്ചിരിക്കുന്നു. ചെറിയ ശുഷിരം കാണുന്നില്ല, അതിൽ നിന്നും പുറത്തേക്ക് എണ്ണ പോകുന്നത്. ദിവസങ്ങൾ കുറെ കഴിയുമ്പോൾ ശൂന്യതയാണ് കാണാൻ കഴിയുന്നത്. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ ശുഷിരത്തിലൂടെ അല്പാൽപമായി ഇറ്റിറ്റായി പോകാനിടയായി. അങ്ങനെയെങ്കിൽ വ്യക്തിപരമായി ഉള്ള ദൈവവുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ വന്നാൽ ക്രമേണ നാം ദൈവകൃപയെ നകന്നു പോകുവാൻ, ദൈവവുമായുള്ള ബന്ധത്തിൽ നകന്നു പോകുവാൻ, കൂട്ടായ്മ ബന്ധത്തിൽ നകന്നു പോകുവാൻ ഇടയായിത്തരും. പ്രൈസ് ദി ലോർഡ്. കൂടെ ഇരിക്കുവാൻ. പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പ് നമുക്ക് തരുന്നുണ്ട്. വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ഒടുവിൽ പറയുന്ന വാചകം, മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ ഏറ്റവും ഒടുവിൽ പറയുന്ന വാചകം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം ക്ലിയർ ആണെങ്കിൽ, അവനോട് ഞാൻ ചേർന്ന് വസിക്കുന്നുവെങ്കിൽ, അപ്പൻ മാറിയാലും അമ്മ മാറിയാലും രക്തബന്ധങ്ങൾ ആര് അകന്നു മാറിയാലും കൈവിടാത്ത സർവശക്തനായ ദൈവം ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും, ഏത് ജീവിതത്തിലെ കഷ്ടതയുടെ അനുഭവത്തിലും എന്നെ മാറോടണയ്ക്കുന്നവനാ. എന്നെ കരത്തിന് പിടിച്ച് നിത്യതയോളം നടത്തുവാൻ കഴിയുന്ന വിശ്വസ്തനായ ദൈവമാണെന്ന് ഉറച്ച് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്നതിനെ അനുസരിക്കുക. നോഹ കാണാത്തതിനെക്കുറിച്ച് യഹോവയായ ദൈവം പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു, അനുസരിച്ചു, ചോദ്യം ചെയ്തില്ല. കാരണം അതുവരെ മഴ എന്തെന്ന് അറിയാതിരുന്ന കാലത്ത്, ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നനച്ചുകൊണ്ടിരുന്ന കാലത്ത് യഹോവയായ ദൈവം നോഹയോട് പറയുന്നു, ഞാൻ വെള്ളത്താൽ ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നു, നീ ഒരു പെട്ടകം ഉണ്ടാക്കുക. ഞാൻ വിശദീകരിക്കുന്ന സമയത്തിന് പരിധി ഉള്ളതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. മഴ എന്തെന്നറിയില്ല, യാതൊന്നും അറിയാത്തിടത്ത് സർവശക്തനായ ദൈവം പറഞ്ഞതിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ നോഹ തയ്യാറായിത്തീർന്നു. കാണാത്തതിനെ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. വാഴ്ത്തപ്പെട്ട കർത്താവ് ശിമോനോടും കൂട്ടരോടും പറഞ്ഞപ്പോൾ അവർ പറയുന്ന വാക്ക്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു,
ഒന്നും കിട്ടിയില്ല, എങ്കിലും സ്ട്രെസ് ചെയ്ത പദം പറയുന്നു, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവമക്കൾ ഒരുപക്ഷേ കഴിഞ്ഞ തലമുറയിൽ കർത്താവിനെ സേവിപ്പാണെങ്കിൽ പ്രതികൂലം സഹിച്ച ദൈവമക്കൾ ഇവിടെ കാണും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ. പ്രൈസ് ദി ലോർഡ്. പൗലോസിനെ പറഞ്ഞ വാക്കുണ്ട്, ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ, പ്രൈസ് ദി ലോർഡ്, ദൈവ ശബ്ദത്തിന് മുൻപിൽ വിധേയപ്പെടുവാൻ, കീഴ്പ്പെടുവാൻ, ദൈവവചനത്തിന് മുമ്പിൽ വിധേയപ്പെടുവാൻ തയ്യാറായപ്പോൾ ഒരുപക്ഷെ രക്തബന്ധങ്ങൾ നമ്മെ പുറത്താക്കിയെന്ന് വന്നേക്കാം, രക്തബന്ധങ്ങളുടെ ബന്ധം നമ്മോട് അകറ്റിവിട്ടു എന്ന് വന്നേക്കാം. എന്നാൽ അപ്പോഴും പ്രൈസ് ദി ലോർഡ് എന്നോട് പറഞ്ഞു ഒരുവനുണ്ട്, എന്നോട് പറഞ്ഞവനെ അനുസരിക്കുമെന്ന് തീരുമാനത്തോടുകൂടി ദൈവ ശബ്ദത്തിന് മുമ്പ് വിധേയപ്പെട്ട് ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ച് ദൈവത്തിൽ പറയാൻ കഴിയും. മുമ്പ് ഞാൻ പറഞ്ഞ വാക്ക്, അവർക്ക് നൽകുന്ന വാഗ്ദത്തം, ഉറപ്പ്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട്. കഴിഞ്ഞ തലമുറ നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഒന്നും കണ്ടിട്ടില്ല. എൻ ജീവിതാരംഭം വിശ്വാസ കാൽച്ചുവടിലത്രേ. ആര് സഹായിക്കും, ആര് സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. എവിടെ അടക്കും, കല്യാണത്തിന് തലമുറയ്ക്ക് കല്യാണമാര് തരുമെന്നൊക്കെ ചോദിച്ചെടുത്തും മറുപടി പറയാൻ ഇല്ലാത്തിടത്തും, പ്രൈസ് ദി ലോർഡ്, ഞാൻ ആരെ വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നു. അവനെ നടത്തുവാൻ ഉപനിധി, പ്രൈസ് ദി ലോർഡ്, അവൻ എൻ്റെ പ്രാണനെ പരിപാലിപ്പാൻ, എൻ്റെ പ്രാണൻ അവൻ്റെ ജീവപാണ്ഡിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. അവനെ നടത്തുവാൻ വിശ്വസ്തനെന്ന് ഉള്ളിൽ ഗ്രഹിച്ച് ഇറങ്ങി തിരിച്ച് ദൈവത്തിൽ പറയാൻ കഴിയും, വിളിച്ചിറക്കിയവൻ എന്നെ വഴിയിലിട്ടു പോകുന്നവരല്ല, എന്നെ അന്ത്യത്തോളം നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നോഹ പെട്ടകം പണിതു. പണിക്ക് വരുന്നവർ ഒരുപക്ഷെ അവർ പണിത് കൂലി വാങ്ങിച്ചോണ്ട് പോകുമ്പോഴും മാറി നിന്ന് ആക്ഷേപിച്ച് കാണും. അത് നോഹയ്ക്കൊരു വിഷയം അല്ല. പ്രൈസ് ദി ലോർഡ്. നോഹ കണ്ടിട്ടില്ല, പക്ഷേ തമ്പുരാൻ കൊടുത്ത മാതൃക അനുസരിച്ച് നോഹ പണിയിച്ചു. പക്ഷേ ശപിച്ച ഭൂമിയിൽ ആർ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടെങ്കിൽ, നോഹയെക്കുറിച്ച് തമ്പുരാന് തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാതിന് മുൻപേ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, ഒരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ, ആ പദ്ധതിക്ക് വേണ്ടി നോഹ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായപ്പോൾ നോഹയുടെ കൊണ്ട് ചെയ്യിക്കേണ്ടത് സ്വർഗം ചെയ്യിക്കാൻ ഇടയായെങ്കിൽ, ഇന്ന് വല്ല കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവരും പാസ്റ്റർമാരാകില്ല, എല്ലാവരും ഒരു പക്ഷേ സുവിശേഷകരാകില്ല, പക്ഷെ നമ്മെ ഓരോരുത്തരെയും പ്രൈസ് ദി ലോർഡ്, നമുക്ക് നമ്മുടെ മാതാവിൻ്റെ ഉദരത്തിൽ നാം ഉരുവാതിന് മുൻപേ ദൈവം നമ്മെക്കുറിച്ചൊരു പദ്ധതി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മെക്കുറിച്ച് ദൈവത്തിന് നിർണയമുണ്ടെങ്കിൽ അതിനുവേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, തീർച്ചയായിട്ടും എന്തെല്ലാം അപമാനം വന്നാലും, എന്തെല്ലാം നിരാശപ്പെടുന്ന വാക്കുകൾ വന്നാലും, നാം അവൻ്റെ പിന്നാലെ പോകുന്നവരാണെങ്കിൽ നമ്മെക്കുറിച്ച് ദൈവിക പദ്ധതി അത് നിവർത്തിപഥത്തിലെത്തുവാനിടയാകും. അതിൻ്റെ പ്രയോജനം ജീവിതത്തിൽ വെളിപ്പെടുവാൻ, അനേകർക്ക് അതിൻ്റെ ഗുണം എന്തെന്ന് മനസ്സിലാക്കത്തക്കവണ്ണം ആ പ്രവൃത്തി വെളിപ്പെടാനിടയായി തീരും. പക്ഷെ നോഹ പ്രസംഗിച്ചു, നീതി പ്രസംഗിയായി നോഹ വർഷങ്ങൾ പ്രസംഗിച്ചു. പെട്ടകത്തിനകത്ത് കയറുവാൻ അധികം പേരെ കിട്ടിയില്ല. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ. നോഹയും ഭാര്യയും ഷേമും ഹാമും യാഫെത്തും അവരുടെ ജീവിത പങ്കാളികളും കയറി. പ്രൈസ് ദി ലോർഡ്. യോശുവ പറയുന്ന വാക്ക് നമുക്കറിയാം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾ ഏത് വേണം തിരഞ്ഞെടുത്തുകൊള്ളുക. നദിക്കക്കരെ വെച്ചൊരു പ്രമാണം ഞങ്ങൾ അറിഞ്ഞതാണ്, അത് വിട്ടുപോകുവാൻ ഞങ്ങൾ തയ്യാറല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സേവിക്കുന്നു, എൻ്റെ കുടുംബം ദൈവത്തെ സേവിക്കുന്നു, എൻ്റെ തലമുറകളും അതിനനുസരിച്ച് ഈ പുസ്തകത്തിന് സാക്ഷികളായി നിൽക്കണമെന്ന് ആഗ്രഹിച്ച് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, തലമുറകളെ ഓർത്ത് ഉപവസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, യോശുവ പറയുന്നു, നിങ്ങൾ എന്ത് വേണം തിരഞ്ഞെടുത്തുകൊള്ളുക, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുന്നുള്ളതിനെ മാറ്റിയാൽ ബാക്കി നമുക്കറിയാം. ഇന്നിപ്പോൾ വിൽക്കുന്നവർ ഒത്തിരി വർദ്ധിച്ചു വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ തലമുറകൾ ദൈവകൃപയിൽ നിലനിൽക്കണം. അവർ ദൈവപ്രമാണത്തിൽ മുൻപോട്ട് പോകുന്നവരായി തീരണം. ശരിയാണ്, നമുക്ക് നമ്മുടെ കുടുംബത്തെ കൊണ്ടിയെല്ലാമെന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. നമ്മുടെ തലമുറയോട് എത്തിക്കാമെന്ന് പറയാൻ ഗ്യാരണ്ടി പറയാൻ പറ്റുകയില്ല.
പക്ഷേ എൻ്റെ തലമുറയും എനിക്ക് ശേഷം ദൈവകൃപയിൽ നിലനിൽക്കുന്നവരായി തീരുവാൻ, പ്രൈസ് ദി ലോർഡ്, സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞ വാക്ക് നമുക്കറിയാം. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ അധികം സന്തോഷം എനിക്ക് വേറെയൊന്നുമില്ല. ഞാൻ ദീർഘവർഷങ്ങളായി ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിൽ പുത്രികാസങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. വേദനിപ്പിക്കുന്ന വാർത്തകൾ പലതും കേൾക്കാറുണ്ട്. ഞാൻ എല്ലാ വർഷവും കേരളത്തിൽ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം യാത്ര ചെയ്യാറുണ്ട്. നമ്മുടെ ഇടയിൽ തലമുറകൾ ദൈവ വഴി വിട്ടു പോകുന്ന, ദൈവകൃപയിൽ നന്യപ്പെട്ടു പോകുന്നതിൻ്റെ വേദനാജനകമായ വാർത്തകൾ ഒത്തിരി കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, പ്രൈസ് ദി ലോർഡ്, എത്ര പ്രായമായാലും ശാരീരികമായ ക്ലേശമുള്ളപ്പോഴും തലമുറകൾ ദൈവകൃപയിൽ നിലനിൽക്കണമെന്നോർത്ത് ആഗ്രഹിച്ച് അവർക്ക് വേണ്ടി ഉപവസിക്കുന്ന മാതാപിതാക്കൾ എനിക്കറിയാം. എൻ്റെ മാതാവ് ചില മാസം മുമ്പാണ് കർത്തസിലേക്ക് ചേർക്കപ്പെട്ടത്. എന്നാൽ ആരോഗ്യമുണ്ടായിരുന്ന അവസാന സന്ദർഭം വരെയും ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെ മാതാപിതാക്കൾ തലമുറകൾ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾക്ക് പറയുവാൻ കഴിയും, പ്രൈസ് ദി ലോർഡ്, അവരെ ദൈവകൃപയിൽ നടത്തുവാൻ, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മ അവരെ ബുദ്ധി ഉപദേശിക്കും. അവർ ദൈവവചനത്തിന് പ്രമാണത്തിൽ നിൽക്കുവാൻ ഇടയായിത്തീരും. പ്രൈസ്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് മറ്റൊന്നുമില്ല. എന്തെല്ലാം നേടിയാലും അതൊക്കെ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതാണ്. എന്നാൽ നിത്യതയ്ക്ക് അവകാശികളായി തീരണമെന്ന് ആഗ്രഹിച്ച് കരയുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അബ്രഹാം ദൈവശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെട്ടു. ചാർച്ചക്കാരെ പിതൃഭവനത്തെ വിട്ട് കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് അബ്രഹാം പുറപ്പെട്ടു. ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് വലിപ്പത്തിലും വിലയ്ക്കുമുള്ള ദൈവത്തെ ഉണ്ടാക്കി കൊടുത്തു വിട്ടിരുന്ന തേരഹിൻ്റെ കുടുംബത്തിൽ നിന്ന് പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഇറങ്ങി പുറപ്പെടുക എന്ന ശബ്ദത്തിന് മുമ്പിൽ എവിടേക്ക് പോകുന്നു എന്നറിയാതെ അബ്രഹാം പുറപ്പെട്ടു. പക്ഷേ ഇറങ്ങി പുറപ്പെട്ട അബ്രഹാമിന് മുമ്പേ ഞാൻ വ്യക്തമാക്കിയല്ലോ, നോഹ ദൈവശബ്ദം കേട്ട കാര്യം. ഇറങ്ങി പുറപ്പെട്ട അബ്രഹാമിനെ കൈവിട്ടവനല്ല, കൂടെ ഇറങ്ങിയ ലോത്തുണ്ട്. അവൻ്റെ തലമുറയും തകർന്നു പോയപ്പോൾ ദൈവശബ്ദം കേട്ടിറങ്ങിയ അബ്രഹാമിനെ, അവൻ്റെ അനന്തര തലമുറയെ നടത്തുവാൻ സർവശക്തനായ ദൈവം വിശ്വസ്തനായിരുന്നുവെങ്കിൽ അറിയാതെ ദൈവദൂതന്മാരെ അബ്രഹാം സൽക്കരിച്ചു. നമുക്കറിയാം, ദീർഘ 40 വർഷം തൻ്റെ അനന്തര തലമുറ മരുഭൂമിയിലായിരുന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഒരു പണിമുടക്കുമില്ലാതെ, ഒരു ലോക്കൗട്ടുമില്ലാതെ ദിനവന്തോറും അവരെ പരിപാലിപ്പാൻ, പുലർത്തുവാൻ സർവശക്തനായ ദൈവം വിശ്വസ്തനായിരുന്നുവെങ്കിൽ ഇന്ന്, പ്രൈസ് ദി ലോർഡ്, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അറിയാതെ ദൈവദൂതന്മാരെ അബ്രഹാം സൽക്കരിച്ചു. അതവൻ്റെ മേൽ നീതിയായി കണക്കിട്ടുവെങ്കിൽ നാം ദൈവനാമത്തോട് കാണിക്കുന്ന സ്നേഹം മറന്നു കളയുന്ന ദൈവമല്ല. തൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം മറന്നു കളവാൻ അവൻ അനീതിയുള്ള ദൈവമല്ലെന്ന് ഇന്ന് രാത്രി ഇന്ന് പകൽ ഉറച്ചു വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതാണ്. അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്തെന്ന പോലെ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ പാർത്തു. നമുക്കറിയാം, അബ്രഹാം ജീവിച്ചിരുന്ന തലമുറയിൽ യാക്കോബ് ഇല്ലായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ എഴുതിപ്പിക്കുന്നു. താൻ അന്യദേശത്ത് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ പാർത്തു. ഇന്ന് പകൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, നാം ഇവിടുത്തുകാരല്ല. പാട്ടുകാരൻ പറഞ്ഞ പാട് നമുക്കറിയാം, വിശ്വാസ നാട് നോക്കി വേഗമോടിടാം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, പക്ഷേ നാം ഇവിടുത്തുകാരല്ല. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് കർത്താവായ സുരക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പ്രതീക്ഷ അവിടെയാണ്. പക്ഷേ നാം ഈ നാട്ടുകാരല്ല ഇരിക്കുമ്പോൾ തന്നെ നാം അകത്തൊരു കാര്യം ഉറപ്പിച്ചു, എല്ലാവരോടും കൈ കൊടുത്തു പോകുന്ന അനുഭവമല്ല, എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുഭവമല്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും ചേർന്ന് പാർത്തു എന്ന് പറയുമ്പോൾ ഒരു ദൈവവേദൽ കരം കൊടുക്കേണ്ടത്, ഒരു ദൈവവേദൽ പ്രൈസ് ദി ലോർഡ് കൂട്ടായ്മ ബന്ധമാചരിക്കേണ്ടത്, വേർപാട് പാലിക്കുന്ന, ഉപദേശത്തിൽ നിലനിൽക്കുന്ന, ദൈവവചനത്തിന് വ്യവസ്ഥ നിൽക്കുന്ന ഒരു ദൈവവേദലുമേ മാത്രമായിരിക്കണം.
ശരിയാണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് കാണുകയുള്ളൂ. ഓഫീസുകളെല്ലാം എല്ലാവരും പോകുന്നതാ. പക്ഷേ അപ്പോഴും വേർപാട് ചുതിൽ പാലിപ്പാൻ, കൂലി കൊതിച്ച് ശപിക്കാൻ വന്ന ബിലയാം പറയുന്നു, ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വേർപാട് പാലിച്ച് ഇന്നിപ്പം ദൈവസഭകൾ വേർപാടിന് ഉപദേശത്തിന് വലിയ സ്ഥാനമില്ലാതെ വന്നിരിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ആരുടെ മാത്രം അംഗീകരിക്കാൻ നമുക്ക് കിടയായി തീരണം. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ, ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൽ പ്രമാണം വിട്ടുപോകാതെ മുൻപോട്ട് പോകുന്ന അനുഭവം നമുക്കുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കാലം മാറി എന്ന് കരുതി ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നില്ല. അവൻ ഗതിഭേദത്താൽ ആച്ഛാദനം വരുന്നതല്ല. കാലം മാറുന്നതനുസരിച്ച് ദൈവവചനത്തിൻ്റെ ഉപദേശം മാറുകയില്ലെന്ന് ഇന്ന് പകൽ അംഗീകരിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനു വേണ്ടി കാത്തു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് നിലനിൽക്കും നഗരമില്ല. അബ്രഹാം എവിടെയെല്ലാം കൂടാരം അടിച്ചോ അവിടെയെല്ലാം യാഗപീഠം പണിതു. അബ്രഹാമിൻ്റെ വീട്ടിൽ വളർന്ന ഇസഹാക്കിന് അറിയാമായിരുന്നു ആരാധന എന്താണെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ ദൈവത്തെ ആരാധിക്കുന്നതിന് മുൻതൂക്കം കൊടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാജ്യത്തും ഞാൻ പല ഭവനങ്ങളിൽ പാർത്ത അവസരത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ജോലി തിരക്കും ബന്ധപ്പാടുകളും ഒക്കെ ഉണ്ടെങ്കിലും രാത്രി എത്ര വൈകിയായാലും കുടുംബമായി ദൈവസ്ഥലിൽ മുഴങ്കാലിൽ നിന്ന് ആരാധിക്കുന്ന കുടുംബങ്ങളെ കാണുവാൻ, അവരോടൊപ്പം ചെന്ന് ദൈവത്തെ ആരാധിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു. ഇന്നൊരു പകൽക്കാലോ പ്രൈസ് ദി ലോർഡ് ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല. പക്ഷേ ഒരു ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യത്തിൽ. മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ആ രാത്രിയുടെ മേശ, ദൈവവചനം പങ്കുവെക്കുന്ന അനുഭവത്തിന്റെ മേശ, ആ അനുഭവത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവത്തിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും തിരക്കുകൾ വരുമ്പോൾ നാം മാറ്റിവെക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള സമയമാണ്. തിരക്കുകൾ വരുമ്പോൾ നാം മാറ്റിവെക്കുന്ന കുടുംബാരാധനയ്ക്കുള്ള സമയമാണ്. വ്യക്തിപരമായി ദൈവസന്നിധിക്കുന്നുള്ള താല്പര്യമാണ് മാറ്റിവെക്കാറുള്ളത്. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് എനിക്കെൻ്റെ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ നിത്യതയെ ലാക്കാക്കിയാൽ മുൻപോട്ട് പോകുന്ന ചിന്തയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ബ്രിഡ്ജ് വേഴ്സസ് പോലെ വന്ന ഭാഗമുണ്ട്. സാറയുടെ കാര്യം, ഒറ്റ സ്ത്രീരത്നത്തിൻ്റെ കാര്യം മാത്രമാണ് 11-ാം അധ്യായത്തിൽ പറയുന്നത്. വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ. സാധ്യത മുഴുവൻ അടഞ്ഞപ്പോഴും നമുക്കറിയാം പിന്മാറ്റം വന്നു, കുറുക്ക് വഴി തേടി എന്നൊക്കെ പറഞ്ഞാലും വർഷം 24 കഴിഞ്ഞു. നമുക്കറിയാം ദീർഘമായ ഇടക്കാലത്ത് ഒരു ദൈവികമായ ഇടപെടലുകൾ പോലും ഇല്ലാതെ, ഒരു ദൈവശബ്ദം പോലും കേൾക്കാത്ത അനുഭവം അബ്രഹാമിൻ്റെ സാറയുടെ ജീവിതത്തിലുണ്ടായി. ഇന്ന് പകൽ നാളുകളായി കരയുന്ന പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ദൈവാലോചന മുമ്പിൽ വിശ്വസിച്ചുകൊണ്ട് നാം കാത്തിരിക്കുന്ന അനുഭവത്തിൽ ഒരുപക്ഷെ വർഷങ്ങളായി ഒരു ദൈവികമായ ഇടപെടലുകൾ പോലും ഉണ്ടാകാതിരിക്കുമ്പോഴോ ഇന്ന് പകൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, വാഗ്ദത്തത്തിന് മേൽ പൊരുന്നിരിക്കുവാൻ നമുക്കിടയാകുന്നെങ്കിൽ കുറുക്ക് വഴികൾ തേടിപ്പോയാൽ പരാജയപ്പെട്ടു പോകാൻ ഇടയായി തരും. എന്നാൽ എന്നോട് വാക്ക് പറഞ്ഞ ദൈവം അവൻ മാറുന്ന ദൈവമല്ല, ഗതിഭേദത്താൽ ആച്ഛാദനം വരുന്നവനല്ല. ഊവെന്ന് പറഞ്ഞാൽ ഊവ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണെങ്കിൽ അവൻ്റെ വാക്കിന് മാറ്റമില്ലെങ്കിൽ എന്നോടുള്ളത് നിവർത്തിപ്പാൻ വിശ്വസ്തനെന്ന് ഉറച്ച് അവന്റെ കൃപയിൽ നിൽക്കുന്ന ദൈവത്തിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പാൻ ഇടയായി തീരുകയുള്ളൂ. യോസഫ് പുറപ്പാടിനെ കുറിച്ച് അവരെ ഓർപ്പിച്ചു. നിശ്ചയമായും ദൈവം നിങ്ങളെ സന്ദർശിക്കും. അന്ന് നിങ്ങൾ എൻ്റെ അസ്ഥിയും കൂടെ എടുക്കണം. ഇന്ന് എപ്പിസ്കോപ്പൽ സഭകൾ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ്, കത്തോലിക്ക വിഭാഗങ്ങൾ നാം മരിച്ചവരെ ഓർക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ അവർ എടുക്കുന്ന മുറിവാക്യം ഇതാ. യോസഫ് പറഞ്ഞു സന്ദർശിക്കും, അന്ന് അസ്ഥികൾ എടുക്കണം. നമുക്കറിയാം അന്നത്തെ അവരുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം അനുസരിച്ച് ദീർഘനാളുകൾ മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം മിസ്രൈമിലുണ്ടായിരുന്നു. യോസഫ് പറയുന്നു, നിങ്ങൾ ഇവിടുത്തുകാരല്ല, ഇവിടെ നിന്ന് പോകുന്ന സമയമുണ്ട്. അന്ന് നിങ്ങൾ എൻ്റെ മൃതശരീരം കൂടെ അവിടെ കൊണ്ടുപോയി അടക്കുവാൻ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതിനേക്കാൾ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത് യോസഫ് ഒരു പുറപ്പാടിനെ കുറിച്ച് അവരെ ഓർപ്പിക്കുക. നിശ്ചയമായും ദൈവം നിങ്ങളെ സന്ദർശിക്കും.
ഇന്ന് പകൽ നമ്മുടെ അകത്തെ വലിയ പ്രതീക്ഷ അവിടെയാണ്. ദൈവസഭയുടെ ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, സഭയുടെ ഉൾപ്രാവണം റാപ്ചർ എന്നുള്ളതാണ്. ഈ ദിനങ്ങളിലൊന്നിൽ സഭ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ദുഃഖവും മുറവിളിയില്ലെന്ന് പ്രൈസ് ദി ലോർഡ് വെളിപ്പാട് പുസ്തകം വ്യക്തമാക്കുന്നുവെങ്കിൽ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനത്തിൽ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സകല സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഞാനൊരു ലളിതമായൊരു ഉദാഹരണം പറയാം. നമ്മുടെ ശരീരത്തിൽ ഒരു സെക്കൻഡ് പോലും മാറാതെ പോകാതെ നടക്കുന്നൊരു പ്രക്രിയയുണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ദിവസങ്ങളോളം അത് ഓർക്കാറില്ല. ശ്വാസം മുട്ടുമ്പോഴേ ശ്വാസം നടക്കുന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ഓർക്കാറുള്ളൂ. ചിലപ്പോൾ ദിവസങ്ങൾ പോലും നമ്മളത് ഓർക്കാറില്ല. ഇതുപോലെ പലപ്പോഴും ദൈവമക്കൾ കർത്താവിൻ്റെ വരവെന്നുള്ള കാര്യം ദിവസങ്ങൾ പോലും ഓർക്കാറിരിക്കും. എന്നാൽ ഓരോ നിമിഷവും നമ്മെ ഭരിച്ചു നടത്തേണ്ടത് ഈ നിമിഷം കർത്താവിൻ്റെ വരവ് സംഭവിക്കാം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അവൻ്റെ വരവിൽ എടുക്കപ്പെടണം. ഇവിടെ കയറി വരുന്നുള്ള ശബ്ദം കേൾക്കുവാൻ സമയമായി. എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും കൈവിടപ്പെട്ടു പോയാൽ ഒരു പ്രയോജനവുമില്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനെ നോക്കിപ്പാർത്ത് മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത കാര്യം 2-3 മിനിറ്റ് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ഉപസംഹാര വാക്കുകളിലേക്ക് വരുവാൻ ഞാൻ താല്പര്യപ്പെടുന്ന സമയം എൻ്റെ മുൻപിൽ അവസാനിക്കുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്. മോശ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോട് കഷ്ടം സഹിക്കുന്നവരെ തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രന്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന രസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കൊട്ടാരത്തിന്റെ ശീതളച്ചായയിൽ വളർന്ന മോശയ്ക്ക്, അധികാരത്തിന്റെ ശീതളച്ചായയിൽ വളർന്ന മോശയ്ക്ക് അവൻ്റെ അകത്ത് തൻ്റെ മാതാവ് പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട്, മോനെ നീ ഫറവോന്റെ പുത്രന്റെ മകനല്ല, പ്രൈസ് ദി ലോർഡ്, നീ മിസ്രൈമിനല്ല എന്നൊരു ഉറപ്പ്, ഒരു വാക്ക് മോശയോട് പറഞ്ഞു കൊടുക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. മോശയോടത് വ്യക്തമാക്കാൻ ഇടയായി തീർന്നു. മോശ മിസ്രൈമിലെ സുഖ സൗകര്യങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്നയെ വലിയ ധനമെന്ന് എണ്ണുവാനിടയായി. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുവാൻ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്നയെ വലിയ ധനമെന്നെണ്ണുവാൻ ഇന്ന് പകൽ പ്രൈസ് ദി ലോർഡ് ലോകപ്രകാരം ഒരുപക്ഷെ നേടാവുന്ന പല നമുക്കുണ്ടായിരുന്നായിരിക്കാം. എന്നാൽ അതിനൊക്കെ അപ്പുറമായി എനിക്ക് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ ഹിതപ്രകാരം ജീവിക്കണമെന്ന് തീരുമാനത്തോടെ പലതും വിട്ടിറങ്ങി. മോശ കൊട്ടാരം വിട്ടിറങ്ങി. മുമ്പിലുള്ളത് പ്രതികൂലമായിരുന്നു. പക്ഷേ ദീർഘവർഷങ്ങൾ മോശയെ കൊണ്ട് 600,000 ജനത്തെ നടത്തുവാൻ തക്കവണ്ണം മോശയെ പ്രാപ്തനാക്കിയെങ്കിൽ ഇന്ന് പകൽ ഒരു കാര്യം ഉറപ്പാണ്, നാം ആയിരിക്കുന്ന അധികാരത്തിലെ ശീതളച്ചായയോ നാം ആയിരിക്കുന്ന സ്വസ്ഥത അനുഭവം വിട്ടിറങ്ങുവാൻ ഇടയായി തീർന്നാൽ നമ്മെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവം. ക്രിസ്തുവിനെ നിന്നയെ വലിയ ധനമെന്ന്. ഒരുപക്ഷേ അപമാനത്തിൻ്റെതാണ് ക്രൂശ്. നിർബന്ധം കൊണ്ടാണ് ശിമോൻ ക്രൂശിന്റെ അഗ്രം ചുമന്നത്. ക്രൂശ് നിന്നയുടെയാണ്, ക്രൂശ് അപമാനത്തിൻ്റെയാണ്. എന്നാൽ ആ ക്രൂശിലുണ്ടായിരുന്ന രക്തം ശിമോന്റെ മേൽ പുരളുവാനിടയായി. എൻ്റെ ഭാവനയിൽ ശിമോൻ മടങ്ങി ഭവനത്തിൽ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് ശിമോന്റെ ഭാര്യയ്ക്കോ അലക്സാണ്ടറിനോ റൂഫസിനോ മനസ്സിലാക്കാൻ ഇടയായില്ല. അവൻ്റെ ശരീരത്തിൽ രക്തം കണ്ടുകൊണ്ട് എന്ത് സംഭവിച്ചറിയാതൊരു പക്ഷേ അവനെ കെട്ടിപ്പുണർന്ന് കാണും. ആ രക്തം അലക്സാണ്ടറിന്റെ മേലും റൂഫസിന്റെ മേലും പുരളുവാൻ ഇടയായി. അത് തൻ്റെ കുടുംബത്തിന് മേൽ പുരളുവാൻ ഇടയായി. ആ രക്തം, പ്രൈസ് ദി ലോർഡ്, ആ ക്രൂശ് അവൻ്റെ തലമുറയുടെ രൂപത്തെ മാറ്റുവാൻ, അവരുടെ കലന തലമുറ കർത്താവിൽ പ്രസിദ്ധരായി തീരുവാൻ ഇടയായി തീർന്നെങ്കിൽ ക്രൂശ് നിന്ദയുടേതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവിടെ ചൊരിഞ്ഞ രക്തം ശിമോന്റെ മേൽ മാത്രമല്ല, തന്റെ കുടുംബത്തിന്മേൽ മാത്രമല്ല, എൻ്റെ മേലും നമ്മുടെ മേലും വീഴ് പെരളുവാൻ ഇടയായി തീർന്നു. ക്രിസ്തുവിനെ നിന്നയെ സഹിക്കുവാൻ തയ്യാറുള്ള ദൈവമേ അവൻ മാനിപ്പാൻ വിശ്വസ്തനായ ദൈവമാ. സ്ഥിരതയോടെ ഓടിയാൽ ഉറപ്പാ പ്രതിഫലമുണ്ട്. പക്ഷേ ഓട്ടക്കളത്തിൽ ഓടുന്നവർ ഇന്ന്
വർജനം പ്രാപിക്കുവാൻ, ആചരിക്കുവാൻ പലരും തയ്യാറാകാതിരിക്കുമ്പോൾ, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് അതിന്ന് വർദ്ധിച്ചു വരുന്ന കാലമാണ് ഭക്തികേടും പ്രപഞ്ചമോഹവും. പക്ഷേ അംഗം പൊരുതുന്നവൾ സകലത്തിലും വർജനമാചരിക്കണമെങ്കിൽ ഇന്ന് പകൽ ഓടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലക്ഷ്യത്തിലെത്തണമെങ്കിൽ പാലിക്കേണ്ട മാനദണ്ഡമുണ്ട്. അത് പാലിച്ചില്ലെങ്കിൽ ഓട്ടം വെറുതെ പോകാനിടയാകും.